നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് കവികളും അവരുടെ അപരനാമങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരി അറിയപ്പെടുന്നത് ഋതുക്കളുടെ കവി എന്നാണ്. വിഷാദത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി ടീച്ചറാണ്. സുഗതകുമാരി ടീച്ചറെ അറിയപ്പെടുന്നത് വിഷാദത്തിൻ്റെ കവയത്രി എന്നാണ്. അപ്പം വിഷാദത്തിൻ്റെ കവി ആരാണെന്നറിയാമോ? വിഷാദത്തിൻ്റെ കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. അപ്പോൾ ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ്. വിഷാദത്തിൻ്റെ കവയത്രി സുഗതകുമാരിയാണ്. വിഷാദത്തിൻ്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ്. വിഷാദത്തിൻ്റെ കഥാകാരിയാണ് രാജലക്ഷ്മി. സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവിയാണ് സുഗതകുമാരി. സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവിയാണ് സുഗതകുമാരി. അപ്പോൾ സുഗതകുമാരി ടീച്ചറെ പറ്റിയിട്ടുള്ള രണ്ട് അപരനാമങ്ങൾ അല്ലെങ്കിൽ വിശേഷണങ്ങളാണ്. ഒന്ന്, വിഷാദത്തിൻ്റെ കവിയത്രി എന്നും അറിയപ്പെടുന്നത് സുഗതകുമാരി ടീച്ചറാണ്. സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവി എന്നറിയപ്പെടുന്നതും സുഗതകുമാരി ടീച്ചറാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ എന്നറിയപ്പെടുന്നത്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. മലയാളത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. അപ്പം നമുക്കിതെല്ലാം ഒന്നും കൂടി നോക്കാം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി. വിഷാദത്തിൻ്റെ കവയിത്രി സുഗതകുമാരി. വിഷാദത്തിൻ്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള. വിഷാദത്തിൻ്റെ കഥാകാരി രാജലക്ഷ്മി. സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവിയാണ് സുഗതകുമാരി. നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായരാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ വള്ളത്തോളാണ്. ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. മലയാളത്തിലെ പ്രകൃതിയുടെ കവിയാണ് ഇടശ്ശേരി. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളിനെ ശബ്ദസുന്ദരൻ എന്നും അറിയപ്പെടുന്നുണ്ട്. കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. സരസദ്രുത കവി കിരീടമണി എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. സരസഗായക കവിമണി എന്നറിയപ്പെടുന്നത് KC കേശവപിള്ളയാണ്. വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. ഉജ്ജ്വല ശബ്ദാട്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. അതുപോലെ എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. മലയാളത്തിലെ ദാർശനിക കവിയാണ് G ശങ്കരക്കുറുപ്പ്. ആര് എന്ന് ചോദിച്ചാൽ അത് G ശങ്കരക്കുറുപ്പാണ്. ആധുനിക മലയാള കവിതയുടെ വക്താവാണ് അയ്യപ്പ പണിക്കർ. ആര് എന്ന് ചോദിച്ചാൽ അത് അയ്യപ്പ പണിക്കരാണ്. ശബ്ദസുന്ദരൻ വള്ളത്തോളാണ്. അതുപോലെ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശി വള്ളത്തോൾ നാരായണ മേനോനാണ്. നമുക്കൊന്നും കൂടി നോക്കാം. ആധുനിക മലയാള കവിതകളുടെ വക്താവാണ് അയ്യപ്പ പണിക്കർ. മലയാളത്തിലെ ദാർശനിക കവിയാണ് G ശങ്കരക്കുറുപ്പ്. എല്ലുറപ്പുള്ള കവിതകളുടെ കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഉജ്ജ്വല ശബ്ദാട്യനാണ് ഉള്ളൂര്. വെൺമണി പ്രസ്ഥാനത്തിൻ്റെ അനന്തരാവകാശിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. സരസഗായക കവിമണിയാണ് KC കേശവപിള്ള. സരസദ്രുത കവി കിരീടമണിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ശബ്ദസുന്ദരനാണ് വള്ളത്തോൾ. ഇവിടെ ശബ്ദസുന്ദരൻ വള്ളത്തോളും ഉജ്ജ്വല ശബ്ദാട്യൻ ഉള്ളൂരുമാണ്. അതുപോലെ സരസദ്രുത കവി കിരീടമണിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. സരസഗായക കവിമണിയാണ് KC കേശവപിള്ള.
ഋതുക്കളുടെ കവിയാണ് ചെറുശ്ശേരി. വിഷാദത്തിൻ്റെ കവിയത്രിയാണ് സുഗതകുമാരി. വിഷാദത്തിൻ്റെ കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. വിഷാദത്തിൻ്റെ കഥാകാരിയാണ് രാജലക്ഷ്മി. സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവിയാണ് സുഗതകുമാരി. നിളയുടെ കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗായകൻ വള്ളത്തോൾ. ശക്തിയുടെ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മലയാളത്തിലെ പ്രകൃതിയുടെ കവിയാണ് ഇടശ്ശേരി.